ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലോകയിൽ ചന്ദ്രനെ കണക്ക് മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. സോ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചട പിടിച്ച മുടി ഒന്ന് ചീകി സെറ്റാക്കി കൊടുക്കുന്നു. ചലയാണ് ഗൈസിൻ്റെ മുടി. മുഴുക ഒരു വിടം ചലയൊക്കെ അറുത്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് അതൊക്കെ നമ്മുടെ മുട്ടിങ്ങനെ ലോകയിലെ ചന്ദ്രനെ കണക്ക് സെറ്റാക്കണം. ഇത്രയും കൂടി വേണം. ഇത്തിരി മുടി ഇങ്ങനെ വിട്ടെടുക്കണം. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കാക്കി കൊടുക്കണം. നമ്മുടെ ഇത്രയും മുടിയൊക്കെ ഈ സാധനം എടുക്കണം. അതൊക്കെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം. എല്ലാവരും ഇപ്പോൾ ലോകയിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും ചെയ്യാൻ തോന്നി. നമ്മുടെ ഈ പാൻസ് ഈ കെട്ടിയ മുടി വെച്ച് കെട്ടി കൊടുക്കണം. ഇത്ര ഇങ്ങനെ കെട്ടി കൊടുക്കണം. ഇത് കൊടുത്തിട്ട് നമ്മുടെ ബാൻസ് ഇട്ടിട്ട് നമ്മുടെ അവരെടുത്ത മുടി ഇങ്ങനെ കെട്ടി കൊടുക്കുക. അത് കെട്ടിച്ചിരി ബസ്സിൻ്റെ മുടി കെട്ടിയിട്ടാണ്. നമ്മൾ മുടി സെറ്റാക്കി നമുക്ക് ബാൻസ് സെറ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ ബാൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. നമ്മുടെ ബാൻസ് ഇട്ട് കൊടുക്കും. ബാൻസ് നമ്മൾ ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ലെൻസ് നമ്മൾ ലെൻസ് ഇല്ലാത്ത കടിയും കാട്ടി നേരിയായിട്ട് തന്നെ കണ്ടാൽ മതി. പോലെ ഗായ്സ്, പിന്നെ നമ്മൾ ലോകയുടെ മറ്റേ ഡ്രസ്സൊന്നും ഇടുന്നില്ല. നമ്മൾ ഫേസ് വെച്ച് മാത്രമാണ് നമ്മുടെ റീൽ എടുക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് മേക്കപ്പൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ഒരു സ്റ്റഡ് വെക്കാം. നമുക്ക് സ്റ്റഡ് വെക്കാം ഗൈസ്. പിന്നെ എനിക്കൊരു റിങ്സ് ഉണ്ട്. ഇതിങ്ങനെ ലൈക്ക് നമ്മുടെ ഇങ്ങനെ തൂക്കിയിടുന്ന റിങ്സാണ്. അപ്പോൾ നമുക്ക് തൂങ്ങുന്ന സാധനം വേണ്ട. ഒറ്റ ചെവി മാത്രം ഇട്ടാണ്. റിങ്സൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ചെവി വെക്കാം. നമുക്ക് ഭയങ്കര ലൂസാണ്. ഒറ്റ ചെവി മാത്രം വെക്കുന്നുള്ളൂ. കുഴപ്പമില്ല. നമ്മളെ ക്യാമറ നല്ല വേദന
പതുക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഗൈസ് പിന്നെ ഞാൻ നേരത്തെ പോയത് കഫ് ഒന്ന് തുപ്പാൻ പോയതാണ്. ഇച്ചിരി വേനുണ്ട് കേട്ടോ ഇങ്ങനെ കയറ്റുമ്പോൾ. നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ക്യാമറ ഇച്ചിരി ചെറുതാണ്, നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. സോ ആശം നമുക്ക് ഇയർസ് ഒന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഒരു ഇയറിങ് ഫിക്സ് ചെയ്തു അടുത്തെടുത്തിട്ട് വരാം. നല്ല വേനെടുക്കുന്ന സാധനമാണ് കേട്ടോ. നമുക്ക് അടുത്ത ഇയറിങ് അടുത്ത ഫിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് മുടിയാണ് വയ്യ. ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കണം. ഇത്രയും സ്റ്റഡ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ഇവിടെയൊക്കെ ഇച്ചിരി താഴത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഒരെണ്ണം വെക്കണം ഗൈസ്. നമ്മൾ അവിടെ ഒക്കെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടല്ല. ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത്രയും നമ്മൾ സ്റ്റഡ്സ് വെച്ചെടുത്തു. ഈ രണ്ടെണ്ണം എപ്പോഴേ ഞാൻ വെക്കുന്നില്ല. എനിക്ക് നല്ല വേനെടുക്കുന്ന സാധനമാണ്. ഇത് രണ്ടും ഞാൻ പിന്നിടാം. ഇതെനിക്ക് നല്ല വേന എടുക്കുന്ന ആണ്. ഇപ്പം നമ്മൾ ഫേസിലോട്ട് പോവാണ്. നമുക്ക് ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇടണം. ഒറ്റ സൈഡ് തന്നെ സ്റ്റഡ് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ രണ്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ രണ്ടിങ്ങനെ വെച്ചിട്ട് ഇവിടെ കളത്തില്ല. ഇനി ഫേസിലെ മേക്കപ്പിലോട്ട് പോകണം. അപ്പം നമ്മൾ ഇനിയിപ്പം എന്താ വെച്ചെടുക്കാം, എന്താ മേക്കപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു റെഫറൻസ് എടുത്തിട്ട് വരാം. നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഫറൻസിന് വേണ്ടി നോക്കാം. ഇന്റർനെറ്റ് വേണം. ഈ മേക്കപ്പ് നമുക്ക് ചെയ്യണം. നമുക്കൊരു ഫോട്ടോ എനിക്ക് വേണം. പക്ഷേ മൊബൈൽ ഡേറ്റ ഓണാണ്. പക്ഷെ എനിക്ക് നെറ്റ് ആക്കിയിട്ട് നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് റെഫറൻസ് നോക്കാം. സുമതി ഇവിടെ ഒക്കെ ഉണ്ട്. എനിക്ക് ലോകം നോക്കാം. ഇപ്പം എല്ലാവരും അതാണ്. നമുക്ക് ചെയ്ത്
ലോകേഷ് ചന്ദ്രല്ലോ പുട്ട ലോക എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കത്തുകളിലേക്ക് ശ്രീ ജതിനില അദ്ദേഹത്തിൻ്റെ ഫിലിം അലിയൻ്റെ രണ്ടാം വർഷം. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇന്നത്തെ. ഫസ്റ്റ് നമുക്ക് പിരിവം വരയ്ക്കണം. ഫസ്റ്റ് നമുക്ക് പിരിവം വരയ്ക്കാൻ പോവാം. ഗൈസ്, എനിക്ക് ഇങ്ങനെ പിരിവം വരയ്ക്കണമെന്നില്ല. നമ്മൾ ഐലൈനർ സ്കെച്ച് വെച്ച് വരച്ച് നോക്കാം. ഇത് വർക്കായാൽ മതി. ഓക്കെ ഓക്കെ കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് മനോരമയോട് താങ്ക്സ് പറയുന്നു. പിന്നെ സാറിൻ്റെ ഇത് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാൻ ഇത് മായന മതിയായിരുന്നു. ഇപ്പം ഞാൻ സോപ്പൊക്കെ തേച്ചിട്ടുണ്ട്. മായന പോളി കൂടി വരുവാൻ മച്ചിട്ട് എന്തൊക്കെയാ അടിച്ചിട്ട് തുറക്കുകയാണ് പിരിവാൻ. എൻ്റെ പിരിവ് ഏതാന്ന് പോലെ ഗൈസ്, നമ്മളെ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിതം വായിച്ച് ഇതാണ്. നമുക്ക് വേറെ മേക്കപ്പിലോട്ട് പോകാം. നമുക്ക് പുട്ടിയിടുന്ന സാധനം പുട്ടിയിട്ടാലോ? റെഡ് പുട്ടിയിടുന്ന സാധനം ഇല്ല. റെഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രൗണ് മതി. ഈ ബ്രൗണ് ഉണ്ട് ഗൈസ്. എനിക്ക് റെഡ് ഉണ്ട്. എനിക്ക് ബ്ലറർ ഐ ആണുള്ളത്. ബ്ലറർ ആവുന്നതിൻ്റെ ഐ. നമ്മളിതാ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്തു വെള്ളം കൂടി ഇങ്ങനെ ആക്കി കൊടുക്കാം. പക്ഷെ നമുക്ക് അത്ര റിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെയ്യാൻ നോക്കാം. എന്താ വീഡിയോ എനിക്ക് പെട്ടെന്ന് എടുത്തിട്ട് എനിക്കൊരിടത്ത് പോകണം. സോ നമുക്ക് ബ്ലർ സ്മോക്ക് അയച്ച് ക്യാപ്പ് പോയിട്ടുണ്ട്. ക്യാപ്പ്
സോയ്സ് നമ്മൾ സ്മോക്ക് ചെയ്യാൻ പോകുന്നു. കറക്റ്റാണ്. എഴുതി പേടിയാവും. എഴുതിയിട്ടേ ഇല്ല. ഇതിൻ്റെ ക്യാപ്പ് ഉണ്ട് എടുത്തിട്ട്. ഇതാണ് ആ ക്യാപ്പ് അവിടെ കണ്ടുകൊണ്ട് പിന്നെ ഒരു ബഡ്സ് എടുത്തിട്ട് ബഡ്സ് എനിക്ക് ഐലൈനർ ഉണ്ട്, വേറെ കളറൊന്നും ഇല്ല. ഐലൈനർ ഇച്ചിരി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കരി എടുക്കാം ഗൈസ്. കരി ഇവിടെ തപ്പുണ്ട്. കരി ബാഗിലാണ്. ദൈവമേ, ഇത് ഇന്നുള്ളിൽ കരിയില്ലാതെ സ്മോക്ക് എങ്ങനെ ചെയ്യും? കരി വെള്ളം എടുത്തു. വല്ലാത്ത കുഴപ്പമാണ്. പക്ഷേ ഇപ്പം എന്താ ചെയ്യണം? ഞാനിപ്പോൾ ഒരു കാര്യം സ്മോക്കായി ചെയ്യാൻ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് സ്മോക്കായി ഇല്ല, എന്തൊക്കെയായി പറ്റത്തില്ല. സോ നമുക്ക് ഐലൈനർ വെച്ച് തന്നെ ചെയ്യാം. ശരിയാ. എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ഐലൈനർ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ആക്കി
സ്മോക്കായി അല്ല ഇതിപ്പം വൃത്തിയേടായി. നമുക്ക് മയക്കാം ഗൈസ്. നമ്മൾ വേറെ ഐഷോടെ വെച്ച് കണ്ണ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, സാധാരണ ഇത് കണ്ണ്. ചന്ദ്രനെ കിഴക്ക് മേക്കുണ്ട്. മസ്കാര മസ്കാര കാണാനുള്ള നമുക്ക് തോക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. AK-47 ആണ്, അങ്ങനെയൊക്കെ തോന്നും.
നീ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? ബ്ലഷിട്ടു എന്താ ചെയ്യാനുള്ള നമുക്ക് ഇച്ചിരി നമ്മുടെ മെയിൻ നമ്മുടെ നമ്മുടെ മെയിനും കുറച്ച് ആക്സസറീസ് ഒക്കെ ചെവിയിലിടുന്നുണ്ട്. ഇത് പല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗൈസ്. നമുക്ക് എക്സസൈസ് നമ്മുടെ തോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാം. റീലോട്ട് പോവാം.